ഇപ്പോൾ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധം നമ്മളുടെ സമൂഹത്തെ പരസ്പരം വിഭജിക്കാൻ ആരോ ശ്രമിക്കുമ്പോൾ ആ കെണിയിൽ പോയി വീഴേണ്ടതുണ്ടോ എന്നതൊരു ചോദ്യമുണ്ടല്ലോ. നമുക്കറിയാമല്ലോ, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും ഒരു സമൂഹത്തെ ഡിവൈഡ് ചെയ്യാനോ ഭിന്നിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ സമീപനവും എല്ലാവരും ഒരുമിച്ച് പോകത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു തലത്തിൽ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ സമൂഹത്തെ വിഭജിക്കുകയല്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുക എന്ന പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസ് പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രം ഞങ്ങൾ ഒരുമിച്ച് നിർത്തുന്നു. അതിൽ VD സതീശൻ്റെയും കോൺഗ്രസിൻ്റെ നിലപാട് സ്വാഗതാർഹമായിരുന്നു. കാരണം ആദ്യം തന്നെ ഈ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ നിലപാട് സ്വീകരിച്ചു. ആ പ്രചരണത്തിൻ്റെ കെണിയിൽ വീഴരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കൾ ക്രിസ്ത്യൻ മേഖലയിൽ കൂടിയാണല്ലോ ഈ ചാലക്കുടി മേഖല എന്ന് പറയുന്നത്. നമുക്കറിയാം, അങ്കമാലി അതിരൂപതയടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ച വിധവും നിങ്ങൾക്കറിയാം. അപ്പോൾ ബെന്നി ബെഹനാനെ പോലുള്ള മുതിർന്ന നേതാവ് ഈ പറയുന്ന ചില KCVMലെ വളരെ ന്യൂനപക്ഷം വിഭാഗത്തിൽ ഈ കെണിയിൽ പെട്ടുപോകുന്നവരോട് എന്താണ് പറയാൻ? ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും കെണിയിൽ ആരും പെടരുത്. കെണിയിൽ പെടുന്നത് ശരിയല്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം, നമുക്ക് അഭിപ്രായം ഉണ്ടാകും. സിനിമ കാണണമെങ്കിൽ കണ്ടോളൂ. പക്ഷേ ഏതെങ്കിലും ഒരു കെണിയിൽ ചെന്ന് വീഴത്തക്ക രീതിയിൽ നമ്മൾ ചാടരുത്. ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലവ് ജിഹാദ് ഇല്ല, ഇവിടെ റോമിയോ ജിഹാദ് ഇല്ല എന്ന് വളരെ അസന്ദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ ചില വിഭാഗമെങ്കിലും ന്യൂനപക്ഷമെങ്കിലും അത് കരുതുന്നു അങ്ങനെയുണ്ട് എന്ന്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്തരം പ്രശ്നങ്ങൾ ആളിക്കത്തിച്ച് ജനങ്ങളുടെ ഇടയിൽ വിഭജനം ഉണ്ടാക്കാനും വിഭാഗീയത വളർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സമൂഹത്തെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതല്ല. ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് ഏതെങ്കിലും ഒരു സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. സമൂഹത്തിൻ്റെ വിഷയങ്ങൾ സാമൂഹ്യപരമായി കാണാനും അതിൽ യോജിച്ച നിലപാടെടുത്ത് വ്യത്യസ്തതയിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതാണ് ശ്രീ സതീശനും പറഞ്ഞത്, കെണിയിൽ വീഴരുത്. ചാലക്കുടി മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതുമ്പോൾ എന്തായിരിക്കും പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ മനസ്സിലുണ്ടാവുക? 2 വിഷയങ്ങൾ. ഒന്ന്, ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ ഭരണഘടനയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഇതിനകത്ത് പരമപ്രധാനമുള്ളത്. മോഡി ആഗ്രഹിക്കുന്ന ആളുകളെ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ഇന്ത്യ രാജ്യത്തിൻ്റെ സാമൂഹ്യ ആരോഗ്യത്തെ വിഴുങ്ങാൻ നോക്കുന്ന മതവർഗീയതയ്ക്കെതിരെ ചാലക്കുടിയിലെ ജനങ്ങൾ പ്രബുദ്ധരായി പോരാടും. അതായത് ഇന്ത്യ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു വിധി എഴുത്തായിരിക്കും. 2, കേരളത്തിലെ ഗവൺമെന്റ് ഇത്രയും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഇല്ല. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബുണ്ടാക്കി പരീക്ഷണം നടത്തി അക്രമവാസന വളർത്താൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ കൾച്ചർ കേരളത്തിലുണ്ട്. പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്നത് ഏത് സാക്ഷരത കേരളത്തിന് അനുയോജ്യമാണ്? ഇവിടെ പുതിയ കേരളം, നവോത്ഥാന കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് കാണുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചു ദയനീയമായൊരു കാര്യം. ഞാൻ പറയുന്നത്, നമ്മുടെ ആരോഗ്യ മേഖല എന്താ നടക്കുന്നത്? ഒരു സ്ത്രീയുടെ പ്രസവം എടുക്കാൻ പോയപ്പോൾ പാവാട കൊണ്ട് ആ സ്ത്രീയെ വയറ് കെട്ടി നോക്കിയിട്ട് ആ സ്ത്രീയെ പറഞ്ഞു വിടുക, ആശുപത്രിയിൽ വെച്ച് ആ കൊച്ചു മരിക്കുക. ഇതെല്ലാം കാണിക്കുന്നത് കേരളത്തിൽ ചോദിക്കാൻ ആളില്ല. കേരളത്തിലുള്ള ഗവൺമെൻറ് ഇത്രയും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഗൗരവമായി കണക്കിലെടുക്കേണ്ട പ്രശ്നങ്ങളിൽ നിഷ്ക്രിയത്വം പാലിക്കുന്ന ഒരു ഗവൺമെൻറ് ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ നിഷ്ക്രിയത്വത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതും. അതായത് വിധി കേന്ദ്ര സർക്കാരിനെതിരെയുമാണ്, സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരവുമാണ്. ഈ 2 കാര്യങ്ങളും പ്രതിഫലിക്കും. സാമ്പത്തിക കെടുകാര്യസ്ഥിതി അടക്കം ഈ 2 മാസത്തെ പെൻഷൻ കൊടുത്തു എന്നതൊഴിച്ചാലും ഞാൻ പറയുന്നത്, ഇവിടെ പെൻഷനില്ല, ക്ഷേമ പെൻഷനില്ല, അഗതി പെൻഷനില്ല, എല്ലാത്തിൻ്റെയും ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ക്രമസമാധാന തകർച്ച ഉണ്ടാകുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ ഗവൺമെന്റ് കാണിക്കുന്ന ഒരു നിസ്സംഗതത്വമുണ്ട്. ഒരു ഗവൺമെന്റ് കൊടുക്കേണ്ട ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്ക്, ആ കോൺഫിഡൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടിയാകണം ഈ തെരഞ്ഞെടുപ്പ്. ശശി തരൂർ പറഞ്ഞത് ഈ നിലവിൽ ഇടത് MP-മാർക്ക് വലിയ പ്രാധാന്യമില്ല എന്നാണ് ഇന്ത്യയിൽ. ഇപ്പോൾ UP-യുടെ കാര്യത്തിലും താങ്കൾ ഉണ്ടായിരുന്നല്ലോ, അറിയാമല്ലോ. ഇടതു മുന്നണിയിലെ MP-മാരുടെ ഒരു സാന്നിധ്യം, 62 MP-മാരുടെ സാന്നിധ്യം UP-ക്ക് കരുത്തു പകർന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശശി തരൂർ ഇന്നലെ അങ്ങനെ പറഞ്ഞതിനോട് താങ്കളുടെ പ്രതികരണം എന്താണ്? ശരിക്കും ഇടത് MP-മാരുടെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ലേ? ഇല്ലല്ലോ. ഇടത് MP-മാർ തന്നെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അവരുടെ ഒരു ന്യൂമറിക്കലി അവർ വളരെ ഒരു മൈക്രോസ്കോപ്പിക് ഫാക്ടർ ആണ് പാർലമെന്റിനകത്ത്. അപ്പം അവർക്ക്
നമുക്കറിയാം പണ്ട് അവരുടെ അംഗസംഖ്യ കുറവായിരുന്നപ്പോഴും AKGയെ പോലെയുള്ള നേതാക്കന്മാർ ദേശീയ വീക്ഷണം വെച്ച് നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ അവർക്ക് കൊടുത്തിരിക്കുന്ന പരിഗണനയും എല്ലാം വെച്ചുകൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇന്ന് അത്തരം തലത്തിൽ ചിന്തിക്കത്തക്ക രീതിയിലുള്ള നേതൃത്വം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിനില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ പാർലമെന്റ്, ഞാൻ ശശി തരൂർ പറഞ്ഞ് പൂർണ്ണമായും യോജിക്കുന്നു, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഇടത് മുന്നണിക്ക് ഒരു പ്രസക്തി ഇല്ലാതെ വരുമ്പോൾ എന്താ, അവരുടെ ശബ്ദം അവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ അത് BJPയുടെ സ്വരമാണെന്നാണ് ഇന്നിപ്പോൾ ഇടത് നേതാക്കൾ പറയുന്നത്. കടകംപള്ളിയും പറയുന്നത്. അതായത് ശശി തരൂർ പറഞ്ഞതുപോലെ ഇടത് MP-മാർക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നത് BJPയുടെ ശബ്ദമാണ്. അതെങ്ങനെ BJPയുടെ ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടത് MP-മാർക്ക് പ്രസക്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യമല്ലേ.